വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ദ 3 Ls ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്പീച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ +2 ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദ 3 Ls ഓഫ് എംപവർമെൻറ്റ്. ആദ്യമേ തന്നെ ക്രിസ്റ്റീൻ ലഗാർഡെ ആരാണെന്ന് നോക്കാം. ക്രിസ്റ്റീൻ ലഗാർഡെ വാസ് ബോൺ ഇൻ പാരീസ്. She is the first woman to become the finance minister of G8 economy. She is a French politician, lawyer, president of European Central Bank, managing director of IMF. അങ്ങനെ ഒരുപാട് ടൈറ്റിൽസ് ഉള്ള ഒരു ലേഡിയാണ് ക്രിസ്റ്റീൻ ലഗാർഡെ. ആദ്യമേ തന്നെ 3 Ls എന്ന് പറയുന്ന ടൈറ്റിലിൽ കൊടുത്തേക്കുന്ന 3 Ls എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ എൽ, അതായത് ഇപ്പോൾ ആൽഫബറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൽ വെച്ച് തുടങ്ങുന്ന 3 വേർഡ്സ് ആണ് 3 Ls എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, ഇതാണ് 3 Ls. ഇവിടെ 3 Ls പറയുമ്പോൾ ആ ഓർഡറിൽ തന്നെ പറയാൻ ശ്രദ്ധിക്കുക. ലേണിംഗ് കഴിഞ്ഞാണ് ലേബർ വരുന്നത്, അതിനുശേഷമാണ് ലീഡർഷിപ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ പറയണം. ആദ്യമേ തന്നെ ലേണിംഗ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ 3 Ls ഓഫ് വിമൻ എംപവർമെൻറ്റ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ലേണിംഗ് എന്താണ് എന്ന് നോക്കാം. ലേണിംഗ് ഇസ് ദ ബേസിസ് ഓഫ് ഓൾ ചേഞ്ച്. ഏതൊരു ചേഞ്ചിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. ഏതൊരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിലും ആദ്യമേ തന്നെ എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ബേസ്. Learning is the basis of all change. Education is the foundation upon which any change is built. അതേപോലെ തന്നെ ഏതൊരു ചേഞ്ചും ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് ഫൗണ്ടേഷനായിട്ട് എന്തുണ്ടാവണം? എഡ്യൂക്കേഷൻ ഉണ്ടാവണം. എഡ്യൂക്കേഷൻ ആണ് ഫൗണ്ടേഷൻ. അതിൻ്റെ മുകളിലേക്കാണ് ഏതൊരു ചേഞ്ചും ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. Learning helps women to help themselves and to break the shackles of exclusion. ലേണിംഗ് വിമനെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലേണിംഗ് ഹെൽപ്സ് വിമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലേണിംഗ് വിമനെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടും കൂടിയാണെന്ന് പറയുന്നുണ്ട്, ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അതായത് ചെങ്ങലകൾ ബ്രേക്ക് ചെയ്യാനായിട്ട് എല്ലായിടത്തു നിന്നും ഗേൾ അല്ലെങ്കിൽ വിമനെ മാറ്റി നിർത്തിയിരിക്കുന്ന കുറച്ച് ചെങ്ങലകളുണ്ട് അല്ലേ. ചെങ്ങലകളാൽ ഇവരെ ഇങ്ങനെ ബന്ധിച്ച് എല്ലാ സ്ഥലത്തു നിന്നും ഇവരെ എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തിക്കാണ്, ഒഴിവാക്കി അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ട്, ആ ഷാക്കിൾസ് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് വിമനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ വിമനെ ലേണിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എഡ്യൂക്കേറ്റഡ് ആയ അത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ ബ്രേക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആഫ്രിക്കൻ അഡേജ് ഉണ്ട്. അഡേജ് എന്ന് കേൾക്കുമ്പോൾ ഓൾഡ് സെയിങ്, പഴഞ്ചൊല്ല് എന്നാണ് കേട്ടോ അതിൻ്റെ മീനിങ്. ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അഡേജിൻ്റെ മീനിങ് എന്താണെന്ന്. അഡേജ് എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ല്, ഓൾഡ് സെയിങ്. ലാസ്റ്റ് ടൈം, അതായത് മാർച്ച് 2024 ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി അഡേജ് ഇൻ ഫ്യൂ വേർഡ്സ്. അപ്പോൾ ഈ ആഫ്രിക്കൻ അഡേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. ഒരു ബോയിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എങ്കിൽ ഒരു മാനിനെ ട്രെയിൻ ചെയ്ത പോലെയാണ്. അതേപോലെ തന്നെ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. എന്നാൽ നിങ്ങളൊരു ഗേളിനെയാണ് പഠിപ്പിക്കുന്നതെങ്കിലോ ഒരു വില്ലേജിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ 2 പാർട്ടും, അതായത് ഇപ്പോൾ ഒരു ബോയുടെ കാര്യം പറഞ്ഞതും ഗേളുടെ കാര്യം പറഞ്ഞതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം ആദ്യം പറഞ്ഞ ബോയ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൽ തന്നെ നിൽക്കുന്നുള്ളൂ അല്ലേ, ഒരു മാനിനെ ട്രെയിൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യം തന്നെയാണ്. പക്ഷേ ഗേളുടെ കേസ് പറഞ്ഞപ്പോൾ എന്താണ്, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അത് വന്നിട്ടുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വൽ എന്നൊരു ലിമിറ്റേഷനെ വിട്ടിട്ട് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു അല്ലേ. ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ വന്നു. അപ്പോൾ അത് രണ്ടും തമ്മിൽ ശരിക്കും നല്ല വ്യത്യാസം ഉണ്ട്. അപ്പോൾ എന്താണ്, The adage highlights the profound impact of girls on society. ഗേൾസിന് കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്താണ് അല്ലേ, ഒരു ചേഞ്ച് എന്താണ്, എന്തൊരു റിസൾട്ടാണ് എന്നുള്ളതാണ് ഈ ഒരു ആഫ്രിക്കൻ അഡേജിൽ പറയുന്നത്.
ഇറ്റ് എക്സ്റ്റെൻസ് ബിയോണ്ട് ഇൻഡിവിജ്വൽ എംപവർമെൻറ്റ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻഡിവിജ്വലിനെ എംപവർ ചെയ്യുന്നതിനേക്കാളും അത് വേറൊരു ഗ്രൂപ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്ഫോം കമ്മ്യൂണിറ്റീസ്, അല്ലേ? നമ്മൾ ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലും ട്രാൻസ്ഫോർമേഷൻസ്, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് എഡ്യൂക്കേഷൻ, അതായത് ഒരു ഗേളിന് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഓൾസോ പ്രൊമോട്ട് സോഷ്യൽ പ്രോഗ്രസ്. ഇപ്പോൾ ഒരു വുമൺ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, അല്ലേ? അവർ എന്തായാലും ജോലിക്ക് പോകും. ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരാണ്, ഇക്കണോമിക് ഗ്രോത്ത് വരാണ്. അതേപോലെ തന്നെ സൊസൈറ്റിയിലും പ്രോഗ്രസ് ഉണ്ടാവും, സോഷ്യൽ പ്രോഗ്രസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ആൾ എഡ്യൂക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം അവിടെ കൂടുന്നു. അതേപോലെ തന്നെ നാഷണൽ ഇൻകം, GDP, സൊസൈറ്റിയിൽ തന്നെ ഒരു വലിയ പ്രോഗ്രസ് അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ആഫ്രിക്കൻ അഡേജിൻ്റെ സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ് വൺ നോക്കാം, ലേബർ. ലേണിംഗ് കഴിഞ്ഞിട്ടാണ് ലേബർ വരുന്നത്, അല്ലേ? പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. ലേബർ ഹെൽപ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ലേബർ വിമനെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടു ഫ്ലറിഷ്, ഒന്നുകൂടി അവർക്ക് ഫ്ലറിഷ് മീനിങ് ഗ്രോ, വളരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ, ശരിക്കുമുള്ള അവരുടെ ഒരു പൊട്ടൻഷ്യൽ, കഴിവ് എന്താണെന്ന് വെച്ചാൽ അത് അച്ചീവ് ചെയ്യാനും ലേബർ ഹെൽപ്പ് ചെയ്യും. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ലേൺ ചെയ്താലാണ് ലേബർ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്തത്, ഇറ്റ് ഗീവ്സ് ഇക്കണോമിക് ഫ്രീഡം ടു വിമൻ. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഫിനാൻഷ്യലി നമുക്കൊരു ഫ്രീഡം കിട്ടുവാണ് വിമന്. അവർക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ നമുക്കവിടെ ഫ്രീ ആണ്. നമുക്ക് കിട്ടുന്ന സാലറി, ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറി നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്കത് യൂസ് ചെയ്യാം, അല്ലേ? യെസ്. ഷീ കോൾസ് ഫോർ ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വിമൻ ഫോർ ഈക്വൽ വർക്ക്. ക്രിസ്റ്റ്യൻ ലക്കാഡി ഒരു കാര്യം പറയുന്നുണ്ട്, ഈക്വൽ വർക്കാണ് മെന്നും വിമനും ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ഈക്വൽ പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയുന്നൊരു കാര്യം അവർ ഈ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്. ശരിയാണ്, അതൊരു ന്യായമായിട്ടുള്ളൊരു ആവശ്യം തന്നെയാണ്, അല്ലേ? ഈക്വൽ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും സെയിം ആയിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. അല്ലാതെ എപ്പോഴും കണ്ടുവരുന്നത് മെന്നിന് കൂടുതൽ വിമന് ഇച്ചിരി കുറവ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് മാറിയിട്ട് ഈക്വൽ പേയ്മെൻറ്റ് ആക്കുവാണെങ്കിൽ അതൊരു നല്ലൊരു സജഷൻ തന്നെ ആണ്. അപ്പോൾ ലേണിംഗ് പറഞ്ഞു, ലേബർ പറഞ്ഞു. അടുത്ത് നോക്കാം, ലീഡർഷിപ്പ്. ഇറ്റ് ഹെൽപ്സ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. വിമന് ഗ്രോ ചെയ്യാനും അവരുടെ ശരിക്കുമുള്ള കഴിവുകളെല്ലാം ഫുൾഫിൽ ചെയ്യാനും, കംപ്ലീറ്റ് ആയിട്ടും അവർക്കത് ഫുൾഫിൽ ചെയ്യണം, അവരുടെ എല്ലാ കഴിവുകളും ഫുൾഫിൽ ചെയ്യണം, അല്ലേ? ഫുൾഫിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കഴിവുകളും പുറത്തെടുക്കാനായിട്ട് പറ്റണം കംപ്ലീറ്റ്ലി. അതിന് വേണ്ടിയിട്ട് ലീഡർഷിപ്പിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ വിമന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എല്ലാ ടാലൻസും എബിലിറ്റീസും ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. വിമൻ വെയർ കോമ്പിറ്റൻറ്റ് ബട്ട് ദേ ലാക്ക് സെൽഫ് കോൺഫിഡൻസ്. വിമന് കോമ്പിറ്റൻ്റ് ആണ് അവർ, പക്ഷേ അവർക്കിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വിമന് കോൺഫിഡൻസ് കുറവാണ്. ശരിയാണ്, നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, അല്ലേ? വിമന് സെൽഫ് കോൺഫിഡൻസ് കുറവാണ് എപ്പോഴും. അങ്ങനെയാവരുത്, വിമൻ കോൺഫിഡൻ്റ് ആയിരിക്കണമെന്നാണ് ക്രിസ്റ്റ്യൻ ലക്കാഡെ പറയുന്നത്. Therefore, women should come out of their comfort zones and to dare the difference. വിമൻ എന്ത് ചെയ്യണം? അവരുടെ കംഫോർട്ട് സോണിൽ തന്നെ ഇരിക്കാതെ, എപ്പോഴും കംഫോർട്ട് സോണിലിരിക്കാതെ കംഫോർട്ട് സോണിൻ്റെ പുറത്തേക്ക് വരണം. എന്നിട്ട് ഈ പറഞ്ഞ ഡിഫറൻസിനെ എല്ലാവരും എതിർക്കണം എന്നാണ് പറയുന്നത്. ഇവർക്കും എല്ലാം പറ്റും എന്നുള്ള, ഇവർക്കും ഒരു ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാം ഡിഫറൻസസും എതിർത്തുകൊണ്ട് കംഫോർട്ട് സോണിൻ്റെ പുറത്തേക്ക് വരാനായിട്ട് വിമന് സാധിക്കണം. ഇപ്പോൾ ഏതൊരാൾക്കും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവരിപ്പോൾ ഉള്ള ആ ഒരു കംഫോർട്ട് സോണിൽ തന്നെ നിന്നാൽ പറ്റില്ല, അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരണം. അതെല്ലാവരും അങ്ങനെയാണ്, വിമൻ മാത്രമല്ല, ആർക്കും സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ കംഫോർട്ട് സോണിൻ്റെ പുറത്തേക്ക് വരണം. എന്നിട്ട് ഇപ്പോൾ ഉള്ള ആ ഒരു എല്ലാത്തിനെയും നമ്മൾ എതിർത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഉള്ള എല്ലാ ലിമിറ്റേഷൻസിനെയും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറയണത്, വിമൻ എന്ത് ചെയ്യണം? കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന് എല്ലാ ഡിഫറൻസസിനെയും എതിർത്തിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയാണ് ലീഡർഷിപ്പ് എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ 3 L's നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്.
ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് ഈ 3 എൽസ് വെച്ചിട്ടുള്ള എല്ലാ 3 എൽസിൽ നിന്ന് ഞാൻ 3 പോയിൻറ്റ്സ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് ലേണിങ്ങിലും 3 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ലേബറിലും ലീഡർഷിപ്പിലും അതെ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ നല്ല മാർക്സ് കിട്ടും. കാരണം ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള പോയിൻറ്റ്സ് ആണ്, അവർ ആ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെ എക്സാം ഹാളിലിരുന്ന ആ സമയത്ത് തന്നെ എഴുതുന്ന പോയിൻറ്റ്സിനേക്കാളും എപ്പോഴും ബെറ്റർ ടെക്സ്റ്റിലത്തെ തന്നെ സെയിം പോയിൻറ്റ്സ് പഠിച്ച് എഴുതുന്നതാണ്. കാരണം ആൻസർ കീയിൽ ഈ ഒരു പോയിൻറ്റ്സ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പോയിൻറ്റ്സ് തന്നെ പഠിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും വലിയ വലിയ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ സ്പീച്ച് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്കറിയാലോ വിമന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു യൂണിറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും വിമൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ മാക്സിമം ടെക്സ്റ്റിലത്തെ തന്നെ പോയിൻറ്റ്സ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ മാക്സിമം ഈ പോയിൻറ്റ്സ് തന്നെ എഴുതാൻ നോക്കുക. എല്ലാത്തിൻ്റെയും 3 പോയിൻറ്റ്സ് വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പോയിൻറ്റ്സും പഠിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പോയിൻറ്റ്സ് എങ്കിലും ഇതിൽ നിന്ന് പഠിക്കുക, എന്നിട്ട് ആൻസർ എഴുതാം. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളത് മനസ്സിലാക്കുക. മെയിനായിട്ടുള്ള ഈ പറഞ്ഞ പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇതിൽ ഈ ഒരു വീഡിയോയിൽ മെയിൻ പോയിൻറ്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ആ ഒരു ആഫ്രിക്കൻ എഡേജ്, അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്ന ആ ഒരു ആൻസർ എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് എഴുതാം എന്നാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. എപ്പോഴും ക്വാളിറ്റിയുള്ള പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ആൻസർ എഴുതാനായിട്ട് നോക്കുക. എന്നാലാണ് നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.